5 മണിക്ക് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമ്പോൾ 3-4 കുട്ടികളുകാർ സീറ്റിലിരിക്കും. 2 രൂപ തന്നാൽ ഞാൻ പറഞ്ഞത് സ്വീകരിക്കൂല, നിങ്ങൾ മറ്റുള്ള കുട്ടികൾ കാര്യം പോലെ കയറിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പുറത്താക്കി. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും അതേപോലെ തന്നെ വന്നു. അപ്പോൾ അന്ന് ഞാൻ അവരോട് പറഞ്ഞ് മറ്റുള്ളവർ കാര്യം പോലെ കയറിക്കുമെന്നാണ് അവരിറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ആ ട്രിപ്പ് തിരിച്ച് വടകരെത്തി കുഞ്ഞിപ്പള്ളിക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു 10-50 ആൾ നമ്മൾ വന്നിട്ട് എന്നോട് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർ നല്ലോണം എന്നെ പിടിച്ചു വെച്ച് തല്ലി. അതേപോലെ തന്നെ ഒരു ചങ്ങായി ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് അടി കൂടി കുനിഞ്ഞ് ഇവിടെ കുത്തി. അത് കണ്ടിട്ട് ഇവൻ വീഡിയോ എടുക്കുമ്പോൾ ഇവനെയും കൂട്ടി പീടിയുടെ അപ്പുറം കൊണ്ടുപോയിട്ട് ഇവനെയും തച്ചാൽ. ഇന്നേരം ബലം പ്രയോഗിച്ചിട്ട് അവന്റെ മൊബൈൽ വാങ്ങിയിട്ട് അതിൽ നിന്നെല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് തിരിച്ചു കൊടുത്തു. ഇവൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ പരിചയമുള്ള ഒരാളാണ്. കുഞ്ഞിപ്പള്ളി സ്റ്റേഷന്റെ മുന്നിൽ നിന്നാണ് 6 മണി മുതൽ 7 മണി വരെ അവിടെ കാത്തു നിന്നിട്ട്. എന്നിട്ട് സ്റ്റേഷന്റെ മുന്നിൽ ഇത്ര ആള് കൂടിയിട്ടു SI പോലും പുറത്തു വന്നിക്കില്ല. ഒരു 1.25 മണിക്കൂർ പോലെ അവിടെ നിന്നിട്ട് ഞാള് വടയിൽ നിന്നറിയും ഇങ്ങനെ ഒരു സംഭവം അവിടെ ആളെ കാത്തു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പോവാ സംഭവം നോക്കാതെ എന്നിട്ട് SIന്റെ മുന്നിൽ നിന്നായിട്ട് അയാൾ ഒരു പോലീസുകാരനും അവിടെ എത്തിയില്ല. അതവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ ഒരു പാർട്ടിയും കൊണ്ടാളെ വളർത്തുന്നത്, അത്ര തന്നെ. ആളറിയാം, നല്ല വീഡിയോയിലുണ്ടെല്ലാം നമുക്കറിയാം. അത് ആ പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്നു അവരെ മുന്നിൽ നിന്ന് അതാക്കുകയും ചെയ്തത്. ആ കാസുകാരി ഇരുന്ന കുട്ടികളെയും കൂട്ടി വന്നിട്ടാണ് അവർ അടിക്കുന്നത്. വീഡിയോ നമ്മളുണ്ട്, വീഡിയോയിൽ പിടിക്കുന്ന കണ്ടാരാണ് നമ്മളെ മെല്ലെ പുറത്ത് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ദൂരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവനെ തിരിച്ചു പോയിട്ട് എന്തോ ഒരു സാധനം എടുത്ത് തന്നെ 5-6 ആൾ പിടിച്ചു വെച്ചിരിക്കുന്നു വീഡിയോന്റെ അടുത്ത്. അപ്പൊ തിരിച്ചു വരെ എന്തോ ഇരുമ്പിന്റെ അടുത്താണ്, എന്തോ ഒരു ഇരുമ്പിന്റെ സാധനമാണ്. അത് വന്നിട്ട് കുത്താണ്. ഇന്നലെ ഇത്ര ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് മരുന്നെല്ലാം കയറ്റിക്കൊണ്ടാണ് ഇത്രയും താണുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോ അവരാദ്യം വണ്ടിയിൽ കുറെ ആൾക്കാർ അടിച്ചു കയറി വന്നിട്ട് ഇയാളോട് സംസാരിച്ച് ഫുള്ള്. അപ്പൊ അയാൾ വണ്ടി കയറിയപ്പോ കുറെ ആൾക്കാർ പറഞ്ഞാ ക്യാമറ എന്ന് പറയുന്നത് കേട്ട് ഞാൻ അന്നേരം പാസഞ്ചേഴ്സ് എല്ലാം എല്ലാവരും ഇറങ്ങിയിട്ട് ഞാൻ വണ്ടിയിൽ ഇരുന്നതാ. ഞാൻ വിചാരിച്ച് നമുക്കറിയാവുന്ന ഒരു കണ്ടക്ടറാ ഇത്, പരിചയക്കാരനാ. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നിട്ട് നോക്കിയിട്ട് എന്നാ പ്രശ്നം നോക്കിയിട്ട് പോവാൻ. അപ്പോ ഇവരെല്ലാവരും ക്യാമറ എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഒരാൾ വിളിച്ചിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നാ. ഇങ്ങോട്ട് വാ, ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടുന്ന് സംസാരിക്കാമല്ലോ എന്നിട്ട്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പുറത്തൊരു കടേന്റെ മുമ്പിലിട്ടിട്ട് ഇയാളെ എത്ര ആൾക്കാരാ ഒരു പട്ടീനെ അടിക്കും പോലെ അടിക്കുക എല്ലാവരും. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ വീഡിയോ എടുത്ത്. ആ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പിന്നെ എന്നെ കൂട്ടം ചേർന്നിട്ട് എന്നെ അടിക്കുക, അതും അസഭ്യം പറഞ്ഞിട്ട് അടിക്കുക. ഇരുമ്പിന്റെ ദണ്ടെല്ലാം ഉപയോഗിച്ച് അടിക്കുമ്പോൾ ഒഴിഞ്ഞു മാറിയോണ്ട് തലക്ക് വേണ്ടി അടി കിട്ടിയില്ല. ഇല്ലെങ്കിൽ ഇനി എന്താ സംഭവിക്കുക? എൻ്റെ മൊബൈലിൽ എൻ്റെ വേണ്ടപ്പെട്ട ഒരു കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്, അതടക്കം ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അതും എൻ്റെ ഐഫോണായിട്ട് ക്ലൗഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇവർ തരുന്നത്. അതും ഭീഷണിപ്പെടുത്തുക. അത് ബസ്സിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് ഡിലീറ്റ് ആക്കിക്കുന്ന ഫുട്ടേജ് ഇവരെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്.